ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ വലിയ സുഖമൊന്നുമില്ല കേട്ടോ. UK ഒട്ടുമിക്ക സ്ഥലങ്ങളിലെല്ലാം സ്നോ പെയ്തെങ്കിലും ഈ ഒരു സ്ഥലത്ത് മാത്രം സ്നോ പെയ്തിട്ടില്ല. ഇവിടെയാണെങ്കിൽ എല്ലാ ദിവസവും മഴയും കാറ്റും ഒക്കെ ആയിട്ടിരിക്കുക. ഇന്നലെ ഇവിടെ നല്ല വെയിലായിരുന്നെങ്കിലും ഇന്നിവിടെ ഭയങ്കര കാറ്റും മഴയായിട്ടിരിക്കുക. എന്നാൽ ഷെഫീൽഡൊക്കെ ആണെങ്കിൽ 2 ദിവസം അടുപ്പിച്ച് സ്നോയുമായിരുന്നു. ലൈഫിൽ ഓരോ സ്ഥലത്ത് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ തന്നെ ഒരു ഭാഗമാണല്ലോ. അങ്ങനെ ഞാൻ പതിവ് പോലെ രാവിലെ കിച്ചണിലെ വിൻഡോ ഒന്ന് ഓപ്പൺ ആക്കി വെക്കാമെന്ന് വെച്ചു. ഞാൻ വീട്ടിലുള്ള സമയത്ത് വിൻഡോ ഓപ്പണിങ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. കാരണം വീട്ടിൽ കുറച്ച് കാറ്റൊക്കെ ഒന്ന് കയറണമല്ലോ. കുറച്ചു നേരം ഞാൻ അവിടെ നോക്കിയിരിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, വിൻഡോയുടെ സൈഡിൽ കുറച്ചൊക്കെ ഒന്ന് നനഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ അതിന്ന് ശരിയാക്കിയാലേ പറ്റത്തുള്ളൂ. അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ നിങ്ങളെ സ്റ്റോറി പറഞ്ഞ് അങ്ങോട്ട് ലാഗ് അടുപ്പിക്കുന്നില്ല. നമുക്കിന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലോട്ട് അങ്ങോട്ട് കടന്നാലോ. അപ്പോൾ വെൽക്കം ടു ഡെയിലി ഡയറീസ് ഓഫ് ജെ ആൻഡ് എസ്. എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് ഉടനെ ഞാൻ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഹോളിലെ കർട്ടൻ ഓപ്പണിങ്. അത് കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിൽ വന്നിങ്ങനെ ആലോചിക്കും എന്തിന്ന് ഉണ്ടാക്കണമെന്നുള്ളത്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ബ്രെഡിനെ എനിക്ക് ഓർമ്മ വന്നത്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ബ്രെഡും മുട്ടയും കൂടെ നമുക്കിന്ന് അടിക്കാം. ഞാനും ഒച്ചും ഒരേപോലെ ചെയ്യുന്നൊരു കാര്യമാണ് ബ്രെഡിൻ്റെ ഫ്രണ്ടും ലാസ്റ്റും തിന്നത്തേയില്ല, അതങ്ങനെ തന്നെ കിടക്കും. അതിന് നടുക്കിരിക്കുന്ന ബ്രെഡുകളെല്ലാം എടുത്ത് തിന്നുകയും ചെയ്യും. ഇപ്പം ഞങ്ങളെല്ലാവരും ഓർത്ത് കാണത്തില്ലേ അച്ചു എന്ത് ചെയ്യുന്നത്? അച്ചു നൈറ്റ് കഴിഞ്ഞിട്ട് കിടന്ന് ഉറങ്ങുവാണേ. ഇന്നും അച്ചുവിന് നൈറ്റ് ഉണ്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതിലൊരു മുട്ട എടുക്കുന്ന സമയത്ത് എൻ്റെ ഉണ്ണി പൊട്ടിപ്പോയി ഗൈസ്. എനിക്കും അച്ചുവിനും ഒട്ടും സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് മുട്ടയുടെ ഉണ്ണി പൊട്ടിപ്പോകുന്നത്. ഇന്ന് ഞാൻ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തൊരു ദിവസമായിരുന്നു. പക്ഷെ മഴ കാരണം അതെല്ലാം ഫ്ലോപ്പായി. അതുകൊണ്ട് ഞാൻ കുത്തിയിരുന്ന് ഊബർ ഈറ്റ്സിൽ നിന്ന് എല്ലാം ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് ചെയ്യാനുള്ള ടാസ്ക്സ്. എനിക്ക് ഓഫുള്ള ദിവസമാണെങ്കിൽ തലേ ദിവസം തന്നെ ഞാൻ എഴുതി വെക്കും പിറ്റേ ദിവസം എനിക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാനായിട്ടുള്ളതെന്നുള്ളത്. എൻ്റെ ലിസ്റ്റ് ഞാനിങ്ങനെ നോക്കിയിരുന്നിട്ട് ആദ്യം ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ ഊബർ ചേട്ടൻ വന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ ഈ പ്രാവശ്യം ഗ്രോസറി ഷോപ്പിംഗ് ആയിട്ട് മേടിച്ചത്. പാല്, യോഗർട്ട്, ഗ്രീൻ ബീൻസ്, ടൊമാറ്റോ, ചോക്ലേറ്റ്, പൊട്ടറ്റോ, ക്യാരറ്റ്, ബ്ലൂബെറി, ലെമൺ, ബനാന, ഇങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ മേടിച്ചത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൊട്ടറ്റോ വെച്ചിട്ട് ഇന്നൊരു കാര്യം ഉണ്ടാക്കാനായിട്ട് നോക്കാം. എനിക്ക് 2 to 3 days ഓഫ് വരുമ്പോഴായിരിക്കും കുക്കിംഗ് എക്സ്പെരിമെൻറ്റ്സ് ഞാൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്നെന്തായാലും എൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത് ഒരു ട്യൂണ കട്ട്ലേറ്റ് ആണ്. പല പ്രാവശ്യം മമ്മി അത് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇന്നേ വരെ ഞാനത് ട്രൈ ചെയ്ത് നോക്കിയിട്ടേ ഇല്ല. എന്നാൽ പിന്നെ ഇന്നത്തെ ദിവസം അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എവിടെ നിന്നോ ഒരു ഭയങ്കര കാറ്റങ്ങോട്ട് വന്നു. കണ്ടില്ല കർട്ടനൊക്കെ അവിടെ നിന്ന് ആടുന്നത്. ഇങ്ങനെയൊക്കെ കാറ്റടിച്ച് കഴിഞ്ഞാൽ ഈ ജനൽ പൊട്ടിപ്പോകുന്ന വരെ ഞാൻ ആലോചിച്ചു. അഥവാ ഇപ്പോൾ പൊട്ടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതായിരുന്നു എൻ്റെ ആലോചന. ഞാൻ ടോപ്പിക് വിട്ട് പോകുന്നുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട്. ബാക്ക് ടു മൈ ടോപ്പിക്, ട്യൂണ കട്ട്ലേറ്റ്. ഞാനിവിടെ ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലൊക്കെ ഒന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ ട്യൂണ. അപ്പുറത്തെ സൈഡിൽ കുക്കറിൽ 2 പൊട്ടറ്റോ ഞാൻ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ട്യൂണ കട്ട്ലേറ്റ് എന്ന് പറയാൻ ഒരു ഗുമ്മിൻ്റെ അത്രയും ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ നേരത്തില്ലായിരുന്നു. കാരണം എനിക്ക് ട്യൂണയുടെ സ്മെല്ല് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ചില കാര്യങ്ങളൊക്കെ സാക്രിഫൈസ് ചെയ്താലേ പറ്റത്തുള്ളൂ. സാധാരണ എല്ലാവരും കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് ബ്രെഡ് ക്രംസ് വെച്ചിട്ടാണെങ്കിലും ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കുന്നത് റവ വെച്ചിട്ടാണ്. അങ്ങനെ ആദ്യം ഞാൻ ഉള്ളി, പച്ചമുളക്, കരിവേപ്പില എല്ലാം ഒന്ന് വരട്ടിയെടുക്കാമെന്ന് വെച്ചു. അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് ഗരം മസാലയും പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനിടയ്ക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ജിഞ്ചറും ഗാർലിക്കും സെപ്പറേറ്റ് ആയിട്ടാണ് ഇടേണ്ടത്. പക്ഷെ എൻ്റെ കയ്യിൽ പേസ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അതങ്ങ് എടുത്തിടാമെന്ന് വെച്ചു. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കുക്ക് ചെയ്യുന്ന സമയത്തായിരിക്കും ഞാൻ എൻ്റെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. കാരണം പണ്ട് തൊട്ടേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു കുക്കിംഗ്. ഇപ്പോഴും എനിക്ക് അത് തന്നെയാണ്, കുക്കിംഗ് ഒന്നും ഇഷ്ടമല്ല. പക്ഷേ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ചെയ്യുന്നേ ഉള്ളൂ. കുക്കിംഗ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് കുക്കിംഗ് ഇഷ്ടമല്ല. ഇതായിരുന്നു എൻ്റെ സിറ്റുവേഷൻ. അത് ആരുടെ സ്വഭാവം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും പപ്പയുടെ സ്വഭാവമാണ്. കാരണം പപ്പയ്ക്കും കുക്കിംഗ് ഇഷ്ടമല്ല. കിച്ചണിൽ ആരെങ്കിലുമൊക്കെ കുക്കിങ്ങിന് കയറിയിട്ടുണ്ടെങ്കിൽ പിന്നെ എന്നെയും പപ്പയും തിരിഞ്ഞു പോലും നോക്കണ്ട. ഞങ്ങൾ 2 പേര് കിച്ചണിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് കാണത്തേയില്ല. ഇത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മണമടിച്ച് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങുന്ന അച്ചു എണീറ്റു. ഒരാളുടെ ഉറക്കം കളഞ്ഞപ്പോൾ എന്തൊരു സമാധാനം. സത്യം പറഞ്ഞാൽ അച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഈ ട്യൂണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത്. അങ്ങനെ ട്യൂണയുടെ ആ മിക്സും മാഷ്ഡ് പൊട്ടറ്റോയും കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്തെടുത്തു. പിന്നെ മുട്ടയും റവയൊക്കെ 2 ബോൾസായിട്ട് വെച്ചു. ഇതിങ്ങനെ കട്ട്ലേറ്റിൻ്റെ ഷേപ്പ് വെക്കുന്നതിൻ്റെ ആ ടൈമിൽ ഞാൻ എത്ര തവണ കൈ കഴുകിയെന്ന് പോലും എനിക്കറിയത്തില്ല. എനിക്ക് ചില അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട്. റവ വെച്ചിട്ടൊന്ന് കോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴായിരുന്നു എനിക്ക് പെട്ടെന്നൊരു കൺഫ്യൂഷൻ വന്ന്. ഇതിനിടയ്ക്ക് എപ്പോഴേക്കോ ഒന്ന് ഫ്രീസറിൽ വെക്കേണ്ട ടൈം ഉണ്ടായിരുന്നു. പക്ഷെ അത് എപ്പോഴാണെന്ന് എനിക്ക് അറിയത്തേ ഇല്ലായിരുന്നു. ഞാൻ എന്തായാലും ഫ്രീസറിലൊന്നും വെച്ചിട്ടില്ലായിരുന്നു. എല്ലാം അപ്പം തന്നെ ഉണ്ടാക്കി പോകുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ബ്രെഡ് ക്രംസ് വെച്ചിട്ടുണ്ടാക്കാനേ പറയത്തുള്ളൂ. കാരണം റവ വെച്ചിട്ടുണ്ടാക്കാനുള്ള ആ ഒരു വെയിറ്റിംഗ് ടൈം ഭയങ്കര കൂടുതലാണ്.
ഞാൻ ആദ്യം ഉണ്ടാക്കിയ ആ സെറ്റായിരുന്നു ആ ഡാർക്ക് ബ്രൗൺ, പിന്നെ ലൈറ്റ് ബ്രൗൺ ആണ് ലേറ്ററായിട്ട് ഉണ്ടാക്കിയ സെറ്റ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ചുവിന് ചായയൊക്കെ കുടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചായയല്ല കോഫി കുടിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കോഫി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കോഫി പേഴ്സൺസ് ആണ് കേട്ടോ. ചായ അങ്ങനെ വലിയ താല്പര്യമില്ല, എനിക്കൊട്ടും താല്പര്യമില്ല, അച്ചുവിനും പിന്നെ അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഇൻഡോർ പ്ലാന്റ്സിൽ വെള്ളം ഒഴിക്കേണ്ട ടൈമായി. അപ്പോൾ ഈ ഒരു പ്ലാന്റ് നല്ല രീതിയിൽ ഡ്രൈ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാനൊന്ന് ശരിയാക്കിയെടുത്തു. പിന്നെ ഓരോ പ്ലാന്റ്സ് ആയിട്ട് അതിൻ്റെ നല്ല രീതിയിലൊന്ന് താലോലിച്ചിട്ട് അതിനൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഒഴിക്കാമെന്ന് വെച്ചു. എന്നിട്ട് പിന്നെ അറേഞ്ചൊക്കെ ചെയ്യാമെന്ന് വെച്ചു. രാവിലെ ഞാനിരുന്ന് വിൻഡോ സൈഡിൽ ഞാനിങ്ങനെ കുറച്ച് നേരം നോക്കിയിരുന്നില്ലേ, അത് ഈ ഒരു സാധനമായിരുന്നു. കാരണം ഇവിടെ ഫുൾ ഇങ്ങനെ വെള്ളമായി കിടക്കായിരുന്നു. മഴയൊക്കെ വരുന്ന സമയത്ത് യൂഷ്വലി ഇങ്ങനെയൊക്കെ കാണാറുണ്ട് കേട്ടോ. അങ്ങനെ ആ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഇനി എനിക്ക് 2 ഡ്രൈ ആയ ചെടികളുടെ മണ്ണ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മിക്സ് ചെയ്തു. അതിന് പിന്നെ വേറെ പ്രത്യേകിച്ച് ചെടിയൊന്നുമില്ല കേട്ടോ കുഴിച്ചിടാനായിട്ടുള്ളത്. അതെന്തായാലും ഒരു ദിവസം പോയി മേടിക്കണം എന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി പതുക്കെ ആ വെള്ളം ഒഴിച്ച് ചെടികളെല്ലാം ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് വെക്കാമെന്ന് വെച്ചു. ഇതായിരുന്നു എൻ്റെ ആദ്യത്തെ പ്ലാന്റ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എൻ്റെ പഴയ വീട്ടിലിരുന്ന പ്ലാന്റ്? പിന്നെ വന്ന എക്സ്ട്രാ പോട്ടും ചട്ടികളെല്ലാം ഒന്ന് കഴുകി വെക്കാമെന്ന് വെച്ചു. അതാകുമ്പോൾ എനിക്ക് തുടച്ച് എവിടെയെങ്കിലും ഒന്ന് മാറ്റി വെക്കാമല്ലോ. ഇവിടെ ഞാൻ ഇങ്ങനെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഔട്ട്ഡോറും ഇൻഡോർ പ്ലാന്റ്സും എല്ലാം ഞാൻ മിക്സ് ചെയ്താണ് വെച്ചേക്കുന്നത്. ഇതിപ്പോൾ നാളെ രാവിലെ എണീറ്റ് എൻ്റെ ജനലൊക്കെ തുറന്നിട്ട് ഇത് ഡ്രൈ ആയി കഴിഞ്ഞിട്ട് ഞാൻ ഇൻഡോറിലോട്ട് കയറ്റത്തുള്ളൂ. ഇത് എൻ്റെ ആർട്ട് ബാഗാണ്. ഇതിനകത്ത് കുറേ സാധനങ്ങൾ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് ഞാൻ വേറൊരു ബാഗിലോട്ട് മാറ്റി വെക്കാമെന്ന് വെച്ചു. അത് അടുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കുറേ ഹാപ്പി ബർത്ത്ഡേയുടെ ബാനേഴ്സും ക്യാൻഡിൽസും ഒക്കെ കിട്ടിയത്. അപ്പോൾ ഇതെല്ലാം എനിക്ക് സോർട്ട് ഔട്ട് ചെയ്തൊന്ന് വെക്കണമായിരുന്നു. ഇത് ഓരോ സമയത്ത് മേടിച്ച ബർത്ത്ഡേ ബാനേഴ്സാണ്. സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്തിനാ ഇത്രയും ബാനേഴ്സൊക്കെ മേടിച്ചെന്നുള്ളത്. ഇതിനിടയ്ക്ക് ഈസ്റ്ററിൻ്റെ ഡെക്കോഴ്സും പിന്നെ ട്രാവൽ കിറ്റ്സും നമ്മുടെ ടൂത്ത് ബ്രഷ് വെക്കുന്ന ആ ഒരു ഹോൾഡറാണ് ആ ഒരു സാധനം. അങ്ങനെ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പ്രെയർ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ യൂഷ്വലി 7 o'clock അല്ലെങ്കിൽ 8 o'clock ആ ഒരു ടൈമിലായിരിക്കും നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നതിന് മുന്നേ ഇങ്ങനത്തെ ഒരു സെൻറ്റ് ഞാൻ കത്തിച്ച് വെക്കും. അതെന്തോ ഒരു നല്ല ഒരു മണമൊക്കെ ഉള്ളൊരു സാധനമാണ്. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഒരു പ്രെയർ ടൈമിൽ ഇങ്ങനെ കത്തിച്ചൊക്കെ വെക്കുന്നത്. അത് കത്തിച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി പരിപാടിയിലോട്ട് അങ്ങോട്ട് കിടക്കും. ഇത് ഞാൻ നേരത്തെ റീലിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ തെമ്മൂന്ന് മേടിച്ചൊരു പ്രൊഡക്റ്റാണ്. ഇത് ഭയങ്കര നല്ല രസമുള്ളൊരു സാധനമാണ്. ഭയങ്കര റിലാക്സിങ് ആണ് ഇതിൻ്റെ ഒരു സെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ചാൽ നാളെ എനിക്ക് ഓഫ് ആയതുകൊണ്ട് നാളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഞാനിങ്ങനെ എഴുതിയൊക്കെ വെക്കും. അതിൽ മിക്ക കാര്യങ്ങളും ഞാൻ ചെയ്യും. ഇന്ന് ഞാൻ എഴുതി വെച്ചിരുന്ന ഒരു കാര്യം മാത്രമേ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ നാളെ ആദ്യം എഴുതാനായിട്ട് പോകുന്നത്, അത് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ എഴുതി വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു 10 കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ചെറിയ രീതിയിൽ അങ്ങോട്ട് ഉറക്കമൊക്കെ വരാൻ തുടങ്ങി. അച്ചു ഡ്യൂട്ടിക്കൊക്കെ പോയി. അച്ചുവിന് ഇപ്പം നൈറ്റ് ആണെങ്കിൽ രാത്രി ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് കഴിക്കത്തൊന്നുമില്ല. അച്ചു ഇല്ലാത്ത സമയത്ത് എനിക്കങ്ങനെ കഴിക്കാനായിട്ട് അങ്ങനെ തോന്നത്തൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ നേരത്തെ തന്നെ കിടന്നുറങ്ങാനായിട്ട് നോക്കും. അതാകുമ്പോൾ പിറ്റേ ദിവസം അങ്ങനെ രാവിലെ എഴുന്നേക്കാനൊന്നുമല്ല. രാവിലെ ഞാൻ മിക്കവാറും ഹോളിഡേ ഉള്ള ദിവസമാണെങ്കിൽ 9:30-10 മണിക്ക് ആകുമ്പോൾ എഴുന്നേക്കത്തുള്ളൂ. കിടക്കുന്നതിന് മുന്നേ ഞാൻ ലോറിയൽ പാരീസിൻ്റെ നൈറ്റ് ക്രീം ഇടാറുണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു ക്രീം. അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ലിപ് ബാമൊക്കെ തേച്ചിട്ട് പിന്നെ അങ്ങോട്ട് കിടന്നുറങ്ങാനായിട്ട് നോക്കും. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ അടുത്തൊരു പുതിയ വ്ളോഗ് വരുന്നവരെ ടിൽ ദെൻ ദിസ് ഇസ് ഡെയിലി ഡയറീസ് ഓഫ് ജയാൻഡസ് സൈനിങ് ഓഫ്. ബൈ.